a super brand new episode of Once Upon a Time version 2.0. പൊട്ടിച്ചിരിയുടെ വർണ്ണവേദിയിലെ താരത്തിളക്കം നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ശ്രീ അബു സലീം. Once Upon a Time version 2.0 സാരഥിയും എല്ലാമായ ശ്രീ രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. ഒരു കിട്ടില്ല പെർഫോമൻസുമായി എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നെൽസൺ തോമസ്. വെൽക്കം. Nelson, how are you? I'm good. Good. Yeah. Very good. I am fine, thank you. അല്ലേ അബുക്ക, how are you? Fine, thank you. Fine, thank you. super, ഞങ്ങളൊക്കെ super, ഇംഗ്ലീഷ് super. മീഡിയം ആണ്. ഞങ്ങൾ അടിപൊളി, കാലിച്ചവിട്ടെ അടിപൊളി. സോറി പറയും, ചുമച്ച സോറി പറയും, പിന്നെ അല്ലേ തുമ്മിയാന് സോറി പറയും. തുമ്മിയാന് സോറി പറയും. വേറെ ഇപ്പൊ തുമ്മിയ വേറൊരു സാധനം Bless you. Bless you. അത് വേറെ ഉണ്ട്. തുമ്മിയിട്ട് ബ്ലസ് യു എന്ന് പറയുന്ന സാധനം. അത് പുതിയ സിലബസാ. അത് പുതിയ സിലബസാ. നമ്മൾ പഠിക്കുമ്പോ അതല്ല. നമ്മൾ പഠിക്കുമ്പോ തുമ്മിയാലൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏറ്റവും ഞാൻ പഠിക്കുന്ന സിലബസിൽ അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് എന്തൊക്കെ പരിപാടികൾ, എന്തിനെ പറ്റിയൊക്കെ തമാശകള്? ഇന്ന് പറയാൻ പോകുന്നത് നെൽസൺ തോമസിനെ പറ്റിയാണ്. നെൽസൺ തോമസ് എന്നാണ് നിങ്ങളുടെ പേര്, അതിലെ തോമസിനെ പറ്റിയാണ്. അതെ, വീട്ടിൽ തന്നെയുള്ള പരിപാടിയാണ് കൊടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ പൊളിക്കും. പൊളിക്കുന്നു. All the best, Nelson. നമസ്തേ ഓൾ. I am Nelson Thomas, established in Kottayam since 1988. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നെൽസൺ തോമസിനെ പറ്റിയാണ്. ചാച്ചൻ എന്ന് പറയും. ഞങ്ങൾ വീട്ടിൽ ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. ചാച്ചൻ പണ്ട് നല്ല ദീർഘവീക്ഷണവും ഒബ്സർവേഷനും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ബസ് സ്റ്റോപ്പ് വീടിന്റെ അടുത്തായതുകൊണ്ടും വീട് ബസ് സ്റ്റോപ്പിന്റെ പുറകിലായതുകൊണ്ടും പണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ SI വിളിച്ചത് ഉപദേശിച്ച ശേഷം ഒബ്സർവേഷനും ദീർഘവീക്ഷണത്തിനും ഒരു ഇച്ചിരി കുറവുണ്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. പക്ഷേ പറയുമ്പോൾ നമ്മളെല്ലാം പറയണം കേട്ടോ. ചാച്ചൻ ചില സമയങ്ങളിൽ മാടമ്പള്ളിയിലെ ആ പഴയ മനോരോഗിയായി മാറാറുണ്ട്. വേറൊരു കാര്യം ചാച്ചനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ചാച്ചൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു മനോരോഗിയുടെയോ അല്ലെങ്കിൽ പഴയ കാലത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്ക് ചാച്ചനിൽ കാണാൻ സാധിക്കും. ചാച്ചന് വേറെ ദുശീലങ്ങളൊന്നുമില്ല. സത്യം പറയാലോ, ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഒരു ദുശീലം ചാച്ചനില്ല. ചാച്ചൻ പുറത്തുപോയി കള്ളു കുടിക്കത്തില്ല, ചാച്ചൻ സിഗരറ്റ് വലിക്കത്തില്ല, അല്ലെങ്കിൽ പുറത്തുപോയി ഒരു ബീഡി പോലും ചാച്ചൻ വലിക്കത്തില്ല. 6 മണിയാകുമ്പം പെരയ്ക്കകത്ത് കയറും, പ്രാർത്ഥനാ മുറി കയറും, പ്രാർത്ഥിക്കും. വൈകിട്ട് 10 മണിയാകുമ്പം കഞ്ഞി കുടിക്കും, കിടന്നുറങ്ങും. വേറെ ഒരു പരിപാടി ചാച്ചൻ അതുപോലെ ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പലചരക്ക് കടല പറ്റുകൂടി. ഇപ്പം ഞാനും അമ്മയും കൂടെ കടയിൽ പോയി അന്വേഷിച്ചപ്പം ശർക്കര ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതായി അറിഞ്ഞ് ഞാനും അമ്മയും കൂടെ മുറി പരിശോധിച്ചപ്പോഴാണ് കുറേ പഴയ കുക്കറും കുറച്ച് ട്യൂബും ബാറ്ററിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാച്ചൻ്റെ കുറേ പഴങ്ങളും ശർക്കരയും എല്ലാം കിട്ടി. അപ്പോഴാണ് ഞങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി. നല്ല ഉശിരം പ്രാർത്ഥന, ഒരെണ്ണടിച്ച് ആത്മാവ് ഇന്ന് വെളിവരും. അതോടുകൂടി ഞങ്ങൾ ആ പ്രാർത്ഥന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. അന്ന് ചാച്ചൻ്റെ ഈ മുറിയിലടുത്ത് പോയി നമുക്ക് ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ചാച്ചന് സഹിക്കാൻ പറ്റാത്ത വേറെ ചില ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ചാച്ചൻ ഇത് അടിച്ചു കഴിഞ്ഞാലുള്ള ചില തള്ളു കഥകളാണ്. സത്യസന്ധമായി പറഞ്ഞ ജനുവിനായ ചില കഥകളുണ്ട്. ആരും കേട്ട അമ്മച്ചിയാണ് വിശ്വസിക്കും കേട്ടോ. 93 വെള്ളപ്പൊക്കത്തിൽ 49 കണ്ടത്തിലെ പെണ്ണുങ്ങളെ രക്ഷിച്ചുകൊണ്ട് ചാച്ചൻ ഒരു കൊതുമ്പ് വള്ളത്തിൽ മീനിച്ചിലാറ്റിലൂടെ തുഴഞ്ഞു വന്നതും അന്ന് തുഴഞ്ഞു മടുത്തപ്പം ചാച്ചന്റെ കയ്യിൽ തുഴഞ്ഞു മസിൽ കയറിയിട്ട് ചാച്ചന് പോയിട്ട് ചോറിനാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് അമ്മച്ചിയാ ചാച്ചന് ചോറ് വാരി കൊടുത്തത്. അതൊക്കെ ചാച്ചന്റെ വളരെ ജനുവിനായിട്ടുള്ള 1-2 കഥകളിൽ പെടും കേട്ടോ. അതല്ലാതെ വേറെയും ഒരുപാട് കഥകളുണ്ട്. പണ്ട് ചാച്ചൻ സ്കൂളിൽ പോകുന്ന കഥയൊക്കെ പറയുന്നോട് 3 മലയും 2 പുഴയും കടന്നാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. തിരിച്ച് 5 മലയും 2 പുഴയും കയറിയ തിരിച്ചും വരുന്നത്. ഈ കണക്കുകൾ അങ്ങനെ ശരിയാകുന്നില്ലല്ലേ? അതങ്ങനെയാ, ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയാണെന്നാണ് ഞാൻ അന്ന് ചോദിച്ചപ്പോൾ ചാച്ചൻ എന്നോട് പറഞ്ഞു കേട്ടോ. ഇതെല്ലാം പോട്ടെ, ചാച്ചൻ ഈ തള്ളു കഥകളല്ലാതെ വേറെ ചില ഉപദേശത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഉപദേശം എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചാച്ചൻ വണ്ടി ഓടിക്കത്തില്ല, വണ്ടി ഓടിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ചാച്ചന് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും. അടുത്ത് വന്നിരുന്നിട്ട് ചാച്ചൻ പറയും, എടാ
ആ വളവില് ഒരു ഹോണിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് ആ കാണുന്നത് ആ 1 കിലോമീറ്റർ അപ്പുറം കാണുന്ന ഗട്ടർ ഉണ്ടോ? ആ ഗട്ടർ വരുമ്പോൾ നീ ഇടത്തോട്ട് വളച്ചു കഴിഞ്ഞാൽ ടയർ കുഴിയിൽ ചാടാതെ നിനക്ക് രക്ഷപ്പെടുത്താം. നേരെ കാണുന്ന ആ കയറ്റം കയറുമ്പോൾ ഗിയർ 2ലേക്ക് മാറ്റാൻ മറക്കരുത് നെൽസൺ. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ചാച്ചൻ്റെ കിട്ടും. ഇതൊന്നുമല്ല, വേറെ ചില പ്രത്യേക ടൈപ്പ് ഉപദേശങ്ങളുണ്ട്. അതായത് ഇപ്പം ആരോഗ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ പറയുന്ന പോലെ ചാച്ചൻ നമ്മളോട് ചില ഫുഡിന്റെ ഉപദേശങ്ങൾ പറയും. ചാച്ചന് കൊളസ്ട്രോൾ 300 ഉണ്ട്, ഒരു ആൻജിയോയും ബൈപ്പാസും കഴിഞ്ഞതാണ്. ചാച്ചൻ തിങ്കൾ തൊട്ട് വെള്ളി വരെ നല്ല ഉപദേശമാണ്. കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത്. കൊളസ്ട്രോളും കൊഴുപ്പും കലർന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഹീനകരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ചാച്ചൻ വീട്ടിലെല്ലാവർക്കും തിങ്കൾ തൊട്ട് വെള്ളി വരെ ക്ലാസ് എടുക്കും. ശനിയാഴ്ച റെസ്റ്റ് എടുക്കും. ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ 3 കിലോ പോത്തിറച്ചി വാങ്ങിച്ചു വന്നിട്ട് 2 കിലോയും ചാച്ചൻ തന്നെ തിന്നും. ഞങ്ങളുടെ മാടമ്പള്ളി മന വളരെ സന്തോഷകരമായി പോവുകയായിരുന്നു. അപ്പോഴാണ് ഹോം പടം റിലീസാവുന്നത്. ഹോം പടം റിലീസായപ്പോൾ ഞാൻ ഇച്ചിരി ഇൻസ്പയർഡ് ആയി. അപ്പനെ സഹായിക്കാൻ തീരുമാനിച്ചു. ചാച്ചന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ചാച്ചന്റെ മനസ്സിൽ ആ പഴയ മാടമ്പള്ളിയിലെ മനോരോഗി ഉടങ്ങിക്കിടപ്പുണ്ടെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. 1-2 ആഴ്ച കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ വന്ന് വീടങ്ങ് വളഞ്ഞു. ഞാൻ ചാച്ചന് ഫോൺ എടുത്ത് നോക്കി. ഉറങ്ങിയോ? ഫുഡ് കഴിച്ചോ? എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്? ഞാൻ ചാച്ചനെ വിളിച്ചു, ഉപദേശിച്ചു. എന്തൊരു കരുതലായി മനുഷ്യന്. എന്റെ അമ്മച്ചി കൊറോണ വന്ന് 2 ആഴ്ച പഠിക്കാത്ത കിടന്നപ്പോൾ ഒരു കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കാത്ത മനുഷ്യനാണ്. ഇപ്പൊ കട്ടോടം. ഞാൻ ചാച്ചനെ വിളിച്ചു, ചാച്ചന്റെ വാട്സപ്പ് DP പരിശോധിച്ചു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ചാച്ചന്റെ വാട്സപ്പ് DPയിൽ ഒരു പരിശുദ്ധ കന്യാമൃതത്തിന്റെ പടമൊക്കെ ഇട്ട് കൊടുത്ത്. ഇപ്പൊ നോക്കുമ്പോൾ സണ്ണി ലിയോന്റെ ഇങ്ങനെ നിപ്പുണ്ട്. ഞാൻ ചാച്ച എന്തോ കാണിച്ചു വെച്ചേക്കുന്നു. അപ്പൊ പുള്ളിയോട് പറയാം, എടോ എപ്പോഴും ദൈവത്തെ വിളിക്കുന്ന ഒരു സ്ത്രീയുടെ പടം ഞാൻ ഇട്ടത് വലിയ തെറ്റാ? തെറ്റാ? താങ്ക് യു. നെൽസൺ, തോമസ് ചേട്ടന് സുഖം തന്നെയല്ലേ? സുഖം. പുള്ളി ഇപ്പൊ തുമ്മി ഒരു പരിപാടിണ്ടാവും അല്ലേ? ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രമേശ് ചേട്ടാ, അബൂക്ക പറയട്ടെ. അബൂക്ക. ഒന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട്, നന്നായി അവതരിപ്പിച്ചു. ഈ മാടമ്പള്ളിയിലെ ആരാ പറഞ്ഞത്? മാടമ്പള്ളിയിലെ മനോരോഗി. അത് എങ്ങനെയാണ് ആ ഒരു മൈൻഡ് വന്നത് ചാച്ചനില്? ചാച്ചന് പഴയ മാടമ്പള്ളിയിലെ മനോരോഗി ചാച്ചന്റെ മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അന്ന് SI വിളിച്ചൊന്ന് ഉപദേശിച്ചു കഴിഞ്ഞപ്പോ അത് അങ്ങനെ SI ഉറക്കിയതാണത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അറിയാതെ അത് SI ബന്ധിച്ചതാണ്. SI ബന്ധിച്ചതാണത്. ചാച്ചനോട് ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പോകുന്നതെന്ന്? അമ്മച്ചാണോ പറഞ്ഞിട്ടില്ല, അമ്മയോട് പറഞ്ഞു ചാച്ചനെ പറ്റിയാ പറയാൻ പോകുന്നത്. ടെലികാസ്റ്റ് പുള്ളി കണ്ടോളും. ചാച്ചൻ കാണുന്നില്ല, ചാച്ചൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഡയറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. ഡയറ്റിങ് പറഞ്ഞ് ഞായറാഴ്ച ഒരു ദിവസം മാത്രമാണ് കഴിക്കുന്നത് പിന്നെ ബീഫൊക്കെ? അല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല, സംഗതി ഉപദേശം കൊടുക്കും, പക്ഷെ കഴിച്ചോണ്ടിരിക്കും. പിന്നെ അങ്ങനെയാണ് എല്ലാരും കഴിക്കും. അബൂക്ക, ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഡയറ്റിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അബൂക്ക ഒരു വ്യക്തമായി ശരീരം കൃത്യമായി നോക്കുന്ന ആളാണ്. നമ്മളോട് പറഞ്ഞു 81, 82, 83, 90 പല കാലങ്ങളിൽ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ കേരള, മിസ്റ്റർ കോഴിക്കോട്, സൗത്ത് ഇന്ത്യ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അബൂക്ക എന്തെങ്കിലും ഒരു ചെറിയ ഡയറ്റിന്റെ ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞാൻ എന്ത് കഴിച്ചാലാണ് എനിക്ക് അബൂക്കയെ പോലെ ആവാൻ പറ്റുന്നത്? അല്ല നെൽസൺ എന്തൊക്കെ കഴിക്കണം? ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് നമ്മുടെ ഓരോ മനുഷ്യ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കൊണ്ടുവേണം ഭക്ഷണം കഴിക്കാൻ. ഇപ്പം മെലിഞ്ഞ ആൾക്കാർ, തടിച്ച ആൾക്കാർ, ഒരു ഇടത്തരം ആൾക്കാർ. അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഏത് ക്വാളിറ്റി ആണെന്നുള്ള അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഡയറ്റ് ചെയ്യാൻ, അതുപോലെ വ്യായാമം ചെയ്യുവാനും. ഇപ്പം ശരീരം നല്ല ഭാരമുള്ള തടിയായിട്ടുള്ള ആൾക്കാർ കൂടുതൽ വ്യായാമം ചെയ്ത് കുറച്ച് ഭക്ഷണം കഴിക്കണം. മെലിഞ്ഞ ആൾക്കാർ കുറച്ച് വ്യായാമം ചെയ്ത് നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. ഇടത്തരമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും സുഖം മാന്യമായ ഭക്ഷണം, മാന്യമായ വ്യായാമം. രക്ഷപ്പെട്ട് നിൽക്കും. ഇത്രയാണ് ഇതില് ഒറ്റയടിക്ക് പറയാനുള്ള. അതെ, ഒറ്റയടിക്ക്. ഫണ്ട്സ് അപ്പോൺ എ ടൈം കാണുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങൾ, ഏതെല്ലാം മേഖലയെന്നാണ് നമ്മൾ അറിവുകൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ ഡയറ്റിങ് നിങ്ങൾ നേരത്തെ ചോദിച്ചു, അപ്പൊ അത് പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ഞായറാഴ്ച ദിവസം ചീറ്റിംഗ് ഡേ ആണ്. ആ ദിവസം നമ്മൾ ചോറും നമുക്ക് ആഗ്രഹമുള്ള ഫീസ്റ്റാണ് അങ്ങനെ കഴിക്കും. അപ്പൊ ഈ ചാച്ചൻ അത് കഴിക്കുന്നത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന അതാണ് പെട്ടെന്ന്. ഞായറാഴ്ച ചീറ്റിംഗ് ഡേ ആണ്. ഞായറാഴ്ച ചീറ്റിംഗ്. അതുകൊണ്ട് ചാച്ചനെ കുറ്റം പറയണ്ട. അതാണ് ഞാൻ ചോദിച്ചത് വേറുള്ള സമയത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടോ? ഇല്ല. ഡയാന ഞാൻ വീട്ടിൽ തന്നെ ഹോം വർക്ക്ഔട്ട്സ് ചെയ്യും. ഹോംവർക്ക് കാർഡിയോ ഒക്കെ ചെയ്യും. ഡയറ്റിംഗ് ഉണ്ടോ? ഡയറ്റ് ഈ പറഞ്ഞ പോലെ
കുറച്ച് സമയത്ത് കഴിക്കും അങ്ങനെ. കുറച്ച് പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടായിരിക്കണം ഡയറ്റിങ് ചെയ്യേണ്ടത്. അല്ലാതെ തീരെ ഭക്ഷണം കഴിക്കാതെ മെലിയിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പല രോഗങ്ങളും ഉണ്ടാവും, നമുക്ക് ഒരു എനർജി ഉണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഓർമ്മശക്തി നഷ്ടപ്പെടും, നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇത് വരും. അതുകൊണ്ട് ശാരീരിക തലച്ചോറ് പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണം ഉപയോഗിക്കുന്നത്. നമ്മൾ ഭക്ഷണം കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ഓർമ്മ, നമ്മുടെ ചിന്ത, നമ്മൾ മന്ദിച്ചു പോകും. അങ്ങനെ ഭക്ഷണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള 1 മണിക്കൂർ ദിവസം ഒരു വ്യായാമത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മുടെ ശരീരം നന്നാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും നന്നാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും സമൂഹം തന്നെ നന്നായി എടുക്കും. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഇനി ചെയ്യുവോ നാളെ തൊട്ട് വർക്കൗട്ടോ? ആ, പിന്നെ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു വേദി ആയതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പം നമ്മുടെ പുനീത് രാജ്കുമാർ, അദ്ദേഹത്തിന്റെ മരണം, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ വർക്ക് ചെയ്താണ്. അജയ്യ എന്ന് പറഞ്ഞ ഗില്ലിയുടെ കന്നഡ മൂവിയിൽ ഇതിൽ ഞാൻ പിന്നെ പ്രകാശ് രാജിന്റെ അനിയന്റെ റോളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം നല്ല വർക്കൗട്ട് ചെയ്യുന്ന കക്ഷിയാണ്, നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എല്ലാ ഇതും വളരെ സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചത് ജിംനേഷ്യത്തിൽ വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ അത് ജിമ്മിൽ പോയത് കൊണ്ട് മരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രചാരം ഉണ്ടായിരുന്നു. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരാൾ പാട്ട് പാടുകയാണ്, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടി ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറയുന്നത് പോലെയാണത്. അല്ല, അത് മാത്രമല്ല, അതിന്റെ പേര് കുറെ പേര് പോക്ക് നിർത്തി. അല്ല, വണ്ടി ഇടിച്ച് എല്ലാ ദിവസവും ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, വണ്ടി കയറ്റവും നിർത്തുന്നില്ല, ഒന്നും നിർത്തുന്നില്ല. ഇത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ചെറുപ്പം മുതൽ, ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഇത് ഈ വ്യായാമം ചെയ്യുവാനോ അതിനോ സ്ട്രെയിൻ ചെയ്യാനോ ഉള്ള മടി കാരണം അത് ഒഴിവാക്കിയവർ അതിന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഒഴിവാക്കണം. അവർ ഒഴിവാക്കിയത് ഇതുകൊണ്ടാണ്, അതിന് കുറ്റം പറഞ്ഞ് കുറ്റം കാണുക എന്നുള്ളതാണ്. പക്ഷെ വ്യായാമം ചെയ്തുകൊണ്ടോ ജിമ്മിൽ പോയത് കൊണ്ടോ ഹാർട്ട് അറ്റാക്ക് വരുന്നതല്ല. ഹാർട്ട് അറ്റാക്ക് വരുന്നത് അയാളുടെ ആരായാലും അവരുടെ ശരീരത്തിന്റെ ആ യോഗ്യത മാതിരിയാണ് അത് വരുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് ജിംനേഷ്യത്തിൽ പോയി വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ മരിക്കും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നടന്നു പോകുന്ന ഒരാള് ആ കുഴഞ്ഞു വീണ് മരിച്ചു, പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം നടക്കാൻ പാടില്ല, നടന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പൊ അത്ര മനസ്സിലാക്കുക. അപ്പോ നെൽസൺ നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു അവൈറ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു, നന്നായിരുന്നു. വീണ്ടും വരണം വേദിയിലേക്ക്. ഓൾ ദി ബെസ്റ്റ്. Once Upon a Time version 2.0 ഇപ്പോൾ ഇത് പെർഫോം ചെയ്യാനെത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ബിജു പാല. സ്വാഗതം. നമസ്കാരം. നമസ്കാരം അബൂക്ക. നമസ്കാരം. നമസ്കാരമാണ്. എന്തുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. ബിജു ഇന്ന് രണ്ടും കൽപ്പിച്ചാണ് വന്നേക്കുന്നത് അല്ലേ അബൂക്ക? അതെ അതെ. തകർക്കോ? തകർക്കും. പൊളിക്കും. ആയിക്കോട്ടെ. അതെ, പൊളിക്കും നമ്മള്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് ബിജു, സ്ഥലം പാല. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയാണ്. അപ്പം നിങ്ങളെല്ലാവരെയും നമ്മുടെ പാലാ നഗരത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മരിയൻ മുത്തലും എവിടെ കൊടുങ്ങാൽ പള്ളിക്കത്തോട് മണക്കാട് കഞ്ഞിക്കോഴി കോട്ടയം സാൻറ്റുണ്ടെങ്കിൽ വെളിയിൽ പോകണം തൂഫാൻ പിഴക് എന്നല്ല പാലക്കരകം തൊടുപുഴ കാഞ്ഞാറക്കുളം മൂലമറ്റം സാൻറ്റുണ്ടെങ്കിൽ വെളിയിൽ പോകണം ചെറിയാൻ മോട്ടോഴ്സ് കൂത്താട്ടോളം പ്രവം തൃപ്പൂണിത്തുറ വഴി എറണാകുളം 7:30 എല്ലാ ബസ്സിലും സ്റ്റാൻഡ് വെളിയിൽ പോകണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിങ്ങനെ രസിച്ച് ഞാൻ നല്ലൊരു സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഞാനൊരു കളക്ഷൻ ഏജന്റ് കേട്ടോ. കളക്ഷൻ ഏജന്റ് നിങ്ങളോർക്കും മറ്റേ വല്ല പൈസ പിരിക്കാനോ അതിനോ ഇതിനൊക്കെയാണ്. പക്ഷെ അതല്ല, ചെറുതുകളെ കാണുക എന്നുള്ളൊരു സ്വഭാവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ രസിച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ ഓടി കൊണ്ട് ചോദിക്കുക, മെഡിക്കൽ കോളേജ് വഴിയുള്ള ജീവൻ പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നടാവേ, ജീവൻ വേണേ സ്റ്റാൻഡ് വെളിയിൽ പോകാൻ പറഞ്ഞു. അവൻ ജീവനുണ്ട് ഒറ്റ ഓട്ടം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ഒരു ചേട്ടത്തി പയ്യെ നടന്നിങ്ങ് വരുവാ. ചേട്ടത്തി വന്നിട്ട് പറഞ്ഞു, മോനെ ഈ ഈരാറ്റുപേട്ടയ്ക്കുള്ള ബസ് പോയോ? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടി ദാ കാണുന്നത് വാഴയിലോട്ട് കയറിക്കണം പറഞ്ഞു. ചേട്ടത്തി ആടി പറയാ, ആയ കാലത്ത് ഞാൻ വാഴ കയറില്ല, പിന്നെ ഇനി കയറുന്നത്. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ബസ് വന്നു. ബസ്സിന് കൈ നീട്ടി ഞാൻ കയറി. എനിക്ക് 10 മണിക്ക് ബ്ലഡ് കൊടുക്കാൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിന്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി, വണ്ടിയിൽ കയറി, സീറ്റൊക്കെ കയറിയിരുന്നു, ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം ബസ്സിലെ കിളികൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രമേശ് ചേട്ടാ, പണ്ട് ബസ്സിലെ ഡോറൊക്കെ തുറന്ന് വെളിയിൽ ചാടും, മണി അടിച്ച് കയറും. ഇപ്പൊ അവരുടെ പേര് മാറി, ആഫീസർ എന്നായി, ഡോർ ഓഫീസർ. കാരണം ഇപ്പം ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, ഡോർ തുറക്കുക, കയറുക, പോവുക. അങ്ങനെ കിളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഓരോ ആൾക്കാർ കയറും പല പാട്ട് വെക്കും.
ഇപ്പൊ സുന്ദരി പെണ്ണുങ്ങൾ കയറുവാണെങ്കിൽ വേറൊരു സോങ്, പ്രായമുള്ള കാരണന്മാർ കയറുന്ന വേറൊരു സോങ്, ചെറുപ്പക്കാരാണ് വേറെ സോങ്. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റോപ്പ് വണ്ടി നിർത്തി. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന്റെ ഭാഗം നിർത്തി. കോളേജ് പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പ്രായ ആൾ വന്നു കഴിഞ്ഞാൽ സീറ്റ് കൊടുക്കും ഇരിക്കാനായിട്ട്. നമ്മുടെ അത്യാവശ്യം സീറ്റ് കിട്ടി ഇരിക്കുന്ന സമയത്ത് അവർ ഇരിക്കുകയും ചെയ്യും. വേറെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ബാഗിലാണ് കൂടി കൊടുത്ത് അവസാനം പുള്ളി ഇങ്ങനെ ഇരിക്കും ബാഗിൻ്റെ അകത്ത്. പക്ഷെ നേരെ മറിച്ച് പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പേര് ഒരു സീറ്റ് ആയിരിക്കുവാണെങ്കിൽ ഒരു വയ്യാത്തൊരാൾ വന്ന പയ്യ എങ്ങനെ ചെറിഞ്ഞാൻ കൊടുക്കും, കൊടുക്കത്തില്ല. അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഞാൻ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സുമുഖനായ ഒരു ചേട്ടൻ വന്ന് എൻ്റെ സീറ്റായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് സീറ്റിൽ നല്ല സെറ്റപ്പ് ആള്, ഇയർ പീസ് വെച്ച് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാം അടിപൊളി. പുള്ളിയുടെ പ്രത്യേകത ഞാൻ നല്ല എന്നെക്കാളും വയറുണ്ട് പുള്ളിക്ക്. ഞാൻ മയങ്ങാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്നു. പുള്ളി ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് വരെ ബ്ലഡ് കൊടുക്കാൻ, ഒരു പാർട്ടിക്ക് ബ്ലഡ് കൊടുക്കാറുണ്ട്. പുള്ളിയും വന്നിരുന്നു അടുത്ത് വന്നു. ആദ്യം കുറച്ച് ഞാൻ പുള്ളി പയ്യെ നമ്മൾ സാധാരണ വാച്ചൊക്കെ ഇട്ട് നല്ല വാച്ചും നല്ല ചെയിനൊക്കെ ഉണ്ട്, ഇത് ഇങ്ങനെ ഇരിക്കും സീറ്റേൽ ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ ഓപ്പോസിറ്റ് ആളും അതിലും മസാല പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് ഞാനും ഈ പുള്ളിക്കാരൻ മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാനും നോക്കി. കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ പുള്ളി പയ്യെ എൻ്റെ തോളയിലോട്ട് നല്ല സുഖമാണ്, നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് പോലെ ഏറ്റുമാനൂർ കഴിഞ്ഞു കുറേ ദൂരം കഴിഞ്ഞു പുള്ളി നല്ല സുഖമായിട്ട് എൻ്റെ വയറിലെ കയ്യും പറ്റി നല്ല ഉറക്കമാണ്. ഞാൻ എൻ്റെ വീട്ടിലെ ഭാര്യയെ പോലും ഇതുപോലെ തോളായിട്ട് ഉറക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ചെന്ന് മെഡിക്കൽ കോളേജിൽ ഫ്രണ്ട് ചെന്ന് നേരെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേനും നമ്മുടെ ബ്ലഡ് കൊടുക്കാനുള്ള ആൾ എൻ്റെ കൂടെ വന്നു. ഒരു ചായ കുടിച്ചിട്ട് നേരെ നേഴ്സിൻ്റെ അടുത്തേക്ക് വന്നു. ബ്ലഡ് ബാങ്കിൻ്റെ അടുത്ത് നിന്നും പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഫോം അല്ല എന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ ബ്ലഡ് ഫോറം പൂരിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് ഇല്ല എന്ന് പറയും, എഴുതി വെക്കാറില്ലേ. അങ്ങനെ ഞാൻ ഫോറം എല്ലാം പൂരിപ്പിച്ച് ലാസ്റ്റ് ഡോക്ടർ ചോദിക്കുക 3 മാസമായിട്ടില്ല എങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ അബൂക്ക 1.5 വർഷമായിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത ആ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ് 3 മാസം വെളിയെല്ലാം പോയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ ബ്ലഡ് കൊടുക്കുന്ന റൂമിൽ കയറി. അവിടുന്ന് നേഴ്സ് വന്നിട്ട് ബ്ലഡൊക്കെ എടുത്തു. ബ്ലഡ് കണ്ട് ഞാൻ ഞാൻ പയ്യെ താഴെടുത്ത് നോക്കി പോകണ്ടല്ലോ, ഡബർ വെട്ടിയിട്ട് പാലൊഴുകുന്ന പോലെ ഒഴുകി എങ്ങോ പോവുക വലിയൊരു കൂടിൻ്റെ അകത്തേക്ക്. എല്ലാം പാക്ക് ചെയ്തു. ഞാനത് കഴിഞ്ഞ് പയ്യെ ഏറ്റു. എന്നോട് പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാവുള്ളൂ, ജ്യൂസ് കുടിക്കുക ആദ്യം, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാൻ മതി. ഞാനവിടെ പോയി വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് ആ നേഴ്സ് ഞാൻ പോകല്ലെന്ന് പറഞ്ഞു. നേഴ്സ് പറയാ ഇതിൽ പകുതി ബ്ലഡ് ഉള്ളൂ, പകുതി ആൽക്കഹോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കുക ദൈവമേ ഞാൻ ഇത്രയും നാൾ ബ്ലഡ് കൊടുത്ത് സർക്കാരിന് പണിയാണോ. താങ്ക് യു വെരി മച്ച്. വിജയേട്ടാ നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ രമേശേട്ടാ എങ്ങനെയായിരുന്നു പെർഫോമൻസ്? ബിജു രസമുള്ള പരിപാടിയായിരുന്നു. ബിജുവിൻ്റെ ഒരു ശൈലിയും ബിജുവിൻ്റെ ഒരു അവതരണമൊക്കെ കണ്ടാൽ നമുക്ക് ചിരി വരും. ബിജു അത്തരത്തിൽ വളരെ ഹ്യൂമറസ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരാളാണ്. ബസ് യാത്രയിൽ നമ്മൾ ഈ ബലം പിടിച്ചിരിക്കുന്നതും ബസ്സിലെ കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ, എപ്പോഴും നമ്മുടെ കൈയക്ഷരം നമുക്ക് വായിക്കാൻ പറ്റും, അറിയാലോ. വേറെ പലരും നമ്മൾ കാര്യമായിട്ട് എഴുതി വായിക്കാൻ കൊടുക്കുമ്പോൾ ഇവനെ ഇതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും. നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന സാധനമാണ് നമ്മുടെ കൈയക്ഷരം. സെയിം നമ്മുടെ ശൈലി, അതായത് നമ്മൾ പറയുന്ന സാധനം നമ്മൾ പറയുന്നതിനൊരു സെക്കൻഡിന്റെ 100 അംശത്തിന് മുമ്പ് നമ്മുടെ മനസ്സിലെത്തിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് പറയുന്നത്. ആദ്യം അവിടെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ട് പുറത്തേക്ക് നമ്മൾ വിടുന്നതേ ഉള്ളൂ. ഇത് തലയിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടൊരു കാര്യം നമ്മൾ പറയുന്നത് കാരണം ഈ പറഞ്ഞ എന്താ നമുക്ക് മനസ്സിലായിട്ടും നമുക്ക് വ്യക്തമായ ബോധ്യവും നമ്മുടെ മനസ്സിൽ അതിന്റെ വ്യക്തമായ വിഷ്വലും ഉണ്ടാവും. നമ്മളിത് പറഞ്ഞത് കേൾക്കുന്നവന്റെ മനസ്സിൽ ഒരു വിഷ്വൽ കൃത്യമായിട്ട് ഉണ്ടാക്കുക. അവിടെ എന്താണ് സംഭവിച്ചത്, ആ പോയത് എന്താണ്, അതിന് ഏറ്റവും കൃത്യവും കുറവും വാക്കുകളിൽ ആ കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്കില്ല്. അതിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ ഇനിയും ഗംഭീരമാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായി കേട്ടോ. പാല എന്ന് പറഞ്ഞപ്പോ ചാലിപ്പാലയാണ് ഓർമ്മ വന്നത്. ശരിയാ. പിന്നെ അതുപോലെ തന്നെ പാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന 2 ആൾക്കാരാണ്. ഒന്ന് മാണിസാറും പിന്നെ ചാലിപ്പാലയും. നമുക്ക് സിനിമാക്കാർക്ക് ഓർക്കാനുള്ളത് ചാലിപ്പാല. അദ്ദേഹം സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ സംസാരവും. പിന്നെ ബസ്സിലെ യാത്രയെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും അനുഭവം ഉണ്ടാവുന്നതാണ്. അത് വളരെ സരസമായി അല്ലെങ്കിൽ വളരെ ചിരിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. മൊത്തത്തില് വളരെ രസകരമായ ഒരു പെർഫോമൻസ് എന്നുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇത് ശരിയാണ് കാണിച്ചത്. പുള്ളിക്കൊരു നമസ്കാരം പറയണല്ലോ ഒരു തെറ്റുമില്ല, അത് നല്ല കാര്യമല്ലേ? ഒരിക്കലും അല്ല, അബൂക്കടുത്ത് നമസ്കാരം പറഞ്ഞ ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ പിഷാരുടെ എന്നോട് കാണിച്ചത് ശരിയാണ്. ഞാൻ എന്താ ചെയ്ത് എന്ത് ശരിയാണ് കാണിച്ചത് കേശവമാൻ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയൊന്ന്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്താണ് ഇവിടെ വന്നിട്ട് ശരിയായിട്ട് കാണിക്കുന്നു പറയാനായിട്ട്? എന്റെ ഒരു മീൻ കടർ ഉദ്ഘാടനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ പിഷാരോട് വന്നോന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നില്ല. അയ്യോ രമേശ് ചേട്ടാ, അത് നിങ്ങള് ഒന്നും പറയാ. അല്ല അത് എന്താന്നറിയോ,
കേശവമാവൻ എന്നെ ഉദ്ഘാടനം വിളിച്ച ദിവസം ഞാൻ ആ ഡേറ്റ് വിട്ടുപോയി. ഞാൻ അന്ന് മരക്കാർ കാണാൻ പോയി. പിഷാരടിക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ എന്റെ കട ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവിടെ പുറത്തുനിന്ന് ആകാശമൊക്കെ മഴക്കാർ കാണാൻ വരുന്നില്ലേ? മഴക്കാരല്ല, മരക്കാർ കാണാൻ പോയി, സിനിമ കാണാൻ പോയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, പക്ഷെ അത് മോശമായിപ്പോയില്ല ചെയ്തത്. അല്ല, എനിക്കത് അത് വരാൻ പറ്റിയില്ല. അത് മാത്രമല്ല, എനിക്കൊരു മീൻകട ഉണ്ട്. അപ്പൊ ഞാൻ വേറൊരാളുടെ മീൻകട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാതിരുന്നതാണ്. അത് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. എന്നൊരു വാക്ക് നിങ്ങൾ വരൂലെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ, ഞാൻ അബൂക്കാനെ അല്ലെങ്കിൽ ഡയാനെ മമ്മൂക്കാനെ ലാലേട്ടനൊക്കെ വിളിച്ചാനില്ലേ? അവന്റെ അബൂക്കൻ മമ്മൂക്കൻ ലാലേട്ടൻ ഡയാനെയൊക്കെ കേശവമാവൻ വിളിച്ചാൽ വരുമോ? അവര് വരൂല. ഇതിപ്പോ മമ്മൂക്ക വരാത്ത കട അല്ലെങ്കിൽ അബൂക്ക വരാത്ത കട എന്നൊരു പേരല്ലേ എനിക്ക് ഇട്ടുവരുന്നുള്ളൂ. ഇതിപ്പോ പിഷാരടി വരാത്ത കട എന്ന് പറഞ്ഞ എനിക്കൊരു ചീത്ത പേരായില്ലേ? ഇതിലും വേണ്ട ഒരു മോശപ്പേര് എനിക്ക് കേൾക്കണ്ട മോളെ. ഇല്ല. അല്ല, ഇപ്പൊ ഈ ചേട്ടൻ വരാത്ത നാണക്കേട് പരിഹരിക്കാൻ എന്താ ചെയ്തത്? അല്ല, അതൊക്കെ ഞാൻ ഒരു ചെറിയൊരു സംഭവം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സംഭവങ്ങൾ മാറി. നിങ്ങള് വല്ല രജനീകാന്തിനെ കമലഹാസനെ വല്ലതും കൊണ്ടുവന്ന് കാണും. ഇല്ല. ആർണോൾഡിനെ കൊണ്ടുവന്നോ? ഇല്ലെന്ന്. സൽമാൻ ഖാൻ കൊണ്ടുവന്നോ? ഒരാളെയും കൊണ്ടുവന്നില്ലേ? പിന്നെ നിങ്ങൾ ഇത്രയും ഇതുവരെയൊക്കെ വരാത്ത വർഷം എങ്ങനെ പരിഹരിച്ചു നീ പറയുന്നത്? ഞാൻ എൻ്റെ ഒരു പാട്ടങ്ങാട് വെച്ചടലക്കി. അയ്യേ. ആ പാട്ടില് ജനം അവിടെ സഹിച്ചത് അത്രയും പ്രശ്നങ്ങളാണ് ഒഴിവായി പോയി. ഇനി ആ പാട്ട് ഇവിടെ പാടും, അതല്ലേ പറയാൻ പോകുന്നേ? നമുക്കറിയാലോ സംഗതി എന്താന്നുള്ളത്. എന്നാ ആയിക്കോട്ടെ, നല്ല പാട്ടാണോ? കേട്ടാലറിയാം. പഴകിയ അയല അരക്കിലയൊന്ന് വിലയ പിടിച്ചപ്പോ പിടച്ചൊരു മീനാടാ, വില കേട്ടപ്പോ പിടച്ചത് ചങ്കാടാ. പഴകിയ അയല അരക്കിലയൊന്ന് വിലയ പിടിച്ചപ്പോ പിടച്ചൊരു മീനാടാ, വില കേട്ടപ്പോ പിടച്ചത് ചങ്കാടാ. കലക്കി പൊളിച്ചു, തീമർത്തു. സമാനതകളില്ലാതെ കലാജീവിത പാതയിലൂടെ വൈദഗ്ധ്യത്തോടെ നടന്നു നീങ്ങുന്ന അല്ലെങ്കിൽ നടന്നു നീങ്ങിയ കലാകാരന്മാരെ ആദരിക്കുന്ന സെഗ്മെന്റ് ആണ് ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എക്സലൻസ് അവാർഡ്സ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന കലാകാരൻ, ഹാസ്യ കലാകാരൻ, അഭിനേതാവ്, അവതാരകൻ, എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, മാധ്യമപ്രവർത്തകൻ എന്നീ നിലയിലൊക്കെ പേരുകേട്ട തികഞ്ഞ കലാകാരനായ പ്രഗത്ഭനായ ശ്രീ സുനീഷ് വാരനാടാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 സ്വാഗതം ചെയ്യുന്നു. സുനീഷ് ചേട്ടാ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം. സിനിമാ വിശേഷങ്ങളൊക്കെ ഉണ്ട്, പുതിയ ചിത്രങ്ങൾ വരുന്നുണ്ട്, ലൈൻഡപ്പ് ആണ്, അതൊക്കെ നമുക്ക് അറിയണം. അപ്പൊ രമേശ് ചേട്ടാ, സുനീഷ് വാരനാട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള കലാകാരനാണ്. ഏതൊക്കെ മേഖലയിലുണ്ടെന്ന് മാത്രം നമുക്ക് ഇപ്പോഴും പിടുത്തം കിട്ടാത്തൊരു കലാകാരനാണ്. എനിക്ക് എന്തെങ്കിലും മിസ്സായി പോയെന്ന് വരെ സംശയമുണ്ട്. എനിക്കത് ഏതൊക്കെ മേഖലയിൽ ഇല്ല എന്നാണ് പിടുത്തം കിട്ടുന്നത്. അതാണ് പിടുത്തം കിട്ടാത്തത്. കാരണം സുനീഷ് വാരനാട് ഒറ്റ സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് സജീവമായിരുന്നു. സ്റ്റാൻഡപ്പ് കോമഡി കാണിക്കുന്നതിനിടയിൽ കുറെ മിമിക്രി കാണിക്കും. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ജേർണലിസം പഠിച്ചതാണ്. ഇടയ്ക്ക് വലിയ മാധ്യമ പ്രവർത്തകനായിട്ട് ന്യൂസ് ചാനലുകളിൽ പോയിരുന്ന് ന്യൂസിനെ പറ്റി പറയുകയും വാർത്ത എഴുതുകയും പത്രത്തിൽ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ഇത് കഴിഞ്ഞപ്പോൾ ഞാനും അദ്ദേഹവും കൂടെ ഒരുപാട് സ്റ്റേജ് ഷോകൾ, വലിയ സ്റ്റേജ് ഷോകളുടെ പിന്നാമ്പുറത്ത്, അതായത് ഒരു വർഷം കേരളത്തിലൊരു 5-6 അവാർഡ് നൈറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ 5-6 അവാർഡ് നൈറ്റുകളുടെയും പിന്നാമ്പുറത്ത് ഞാൻ മുന്നിലും കൂടെ കയറാറുണ്ടെങ്കിലും അതിന്റെ പിന്നെ പ്രവർത്തനങ്ങള് പുറകില് സുനീഷ് ഉണ്ടാവും, ഞാനുണ്ടാവും, ഞങ്ങളുടെ സുഹൃത്ത് രാജ്യത്തേനുണ്ട്. ഞങ്ങളൊക്കെ ഒരുമിക്ക അവാർഡ് നൈറ്റിന്റെയും ടോട്ടൽ ചാർട്ടിങ്ങിലും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ പോകുന്നവരാണ്. അതിനകത്ത് സുനീഷേനുണ്ടാവും. അദ്ദേഹം അതിനകത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഒക്കെ ഒരു വലിയ മോഹൻലാൽ ഷോ, ഒരു 40 മിനിറ്റോളം ലാലേട്ടൻ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ ഷോ ആയിട്ട് പെർഫോം ചെയ്തൊരു പെർഫോമൻസ് എഴുതിയിരുന്നു. അതിനുശേഷം മഞ്ജു വാര്യര് നായികയായിട്ടുള്ള മോഹൻലാൽ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം ജയസൂര്യ നായകനായി നാദിർഷ സംവിധാനം ചെയ്യുന്ന ഈശോ ഒരുപാട് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ്. അതിന്റെ തിരക്കഥാകൃത്താണ്. ഈശോ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ഞാനാണ്. എന്റെ അടുത്ത ചിത്രത്തിന്റെ തിരക്കഥ ഞാനും സുരേഷനും കൂടെയാണ് എഴുതുന്നത്. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാറായിട്ടില്ല. നമ്മളൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ലാഫിംഗ് ബുദ്ധ എന്ന ചിത്രത്തിന്റെ തിരക്കഥ ചെയ്തത് സുനീഷ് ഏട്ടനാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഹരി ഉണ്ടായിരുന്നു. ഹരി ഉണ്ടായിരുന്നു. അതില് രമേഷ് പിഷാരടി എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, പറയാം സുനീഷ് ഏട്ടാ. പിഷാരടി
ആൾറെഡി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ മേഖലയിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇത് എല്ലാ മേഖലയിലും എന്തെങ്കിലും ആയോ എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒന്നിൽ വലിയ ഒരു സംഭവമാവാൻ പറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കുമല്ലോ. അത് ചില വലിയ ഇത് രജനീകാന്ത് ഒക്കെ ചില സ്റ്റേജിൽ വന്നിട്ട് പറയും, നാങ്ക ഇപ്പോഴും വന്നിട്ടെങ്കിൽ തുടക്കക്കാരല്ല, ഒന്നുമേ ആകില്ല കലയില് എന്നൊക്കെ പറഞ്ഞ അതുപോലെ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. അതിവിടെ ചെലവില്ല സാധനം. ഇല്ല, എഴുത്തിലേക്ക് കുറച്ച് സജീവമായി എന്നേ ഉള്ളൂ. ഈ വാരനാട് കഥകൾ എന്നുള്ള ഒരു നല്ലൊരു പുസ്തകം, വാരനാടൻ കഥകൾ എന്നൊരു പുസ്തകം എഴുതിയിട്ട് അത് ഇപ്പൊ സെക്കൻഡ് എഡിഷൻ ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി. അതൊരു 21 തമാശ കഥകളാണ്. അത് ഇന്നത്തെ കാലത്ത് ഒരു പുസ്തകം സെക്കൻഡ് എഡിഷൻ ഇറക്കുന്നൊക്കെ അത്ഭുതമാട്ടോ. കുറച്ച് പ്രിന്റുകൾ അടിച്ച് അത് ഓർഡർ തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ പുസ്തകം സെക്കൻഡ് എഡിഷൻ ആയത്. അത് സത്യനന്ദിക്കാട് സാർ വായിച്ചിട്ട്, സിദ്ദിഖ് സാറ് സത്യനന്ദിക്കാട് നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരൊക്കെ വായിച്ച നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ പത്രപ്രവർത്തനം പഠിക്കുന്നതിന് മുമ്പ് കോളേജിൽ പഠിച്ച കാലത്തും സ്കൂളിൽ പഠിച്ചപ്പോൾ മിമിക്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ മത്സരിച്ചു, അതിനൊക്കെ പ്രൈസൊക്കെ കിട്ടി. അങ്ങനെ വന്ന് സ്റ്റേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിമിക്രി ഒരു ട്രൂപ്പിൽ 4-5 പേര് പെട്ടെന്ന് പല ജോലികളുമായി, ഒരാൾ ഗൾഫിൽ പോയി, വേറൊരാൾ ഇവിടെ ഇല്ല. അങ്ങനെ ആയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോയി. ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന്ന് അങ്ങനെ ആലോചിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു അന്നിപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള പേരൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ പെർഫോം ചെയ്ത് തുടങ്ങി. അങ്ങനെ കണ്ട ആളുകൾ കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിച്ചപ്പോൾ ഈ നാടകക്കാര് സെക്കൻഡ് സ്റ്റേജുകളുള്ള കാലം, ഇന്നത്തെ പോലെ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഉള്ള കാലം. അപ്പൊ ഈ കമ്മിറ്റി പ്രോഗ്രാം ഏജന്റുമാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, സെക്കൻഡ് നാടകക്കാര് വൈകി വരുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാളെ വിടണം. അപ്പൊ എനിക്ക് എന്താ ചെറിയ എന്തെങ്കിലും പൈസ തന്നാൽ മതി. അപ്പൊ ഞാൻ പോയി നിന്ന് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ സെക്കൻഡ് നാടകക്കാർ വരുന്നവരെയും ചെയ്യണം. അങ്ങനെ നിരന്തരമായി സ്റ്റേജുകൾ ചെയ്ത് ഏതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നൊന്നും പറയാൻ അറിയില്ല. പക്ഷെ എന്നൊരു വൺ മാൻ ഷോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറെ കാലം അങ്ങനെ പോയി. പിന്നീടാണ് പൊളിറ്റിക്കൽ സറ്റയർ ആയത്. പത്രപ്രവർത്തനമൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ സറ്റയറിലേക്ക് വന്നു. നിങ്ങൾ പൊളിട്രിക്സ് എന്നൊരു പരിപാടിയൊക്കെ പഠിച്ചിരുന്നു. ഇവിടെ വന്ന് ഇപ്പൊ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും അപ്ഡേറ്റഡ് ആണ് ജീവിതത്തിൽ. അപ്പൊ എന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ തിരക്കഥാകൃത്തായിട്ട് അപ്ഡേറ്റഡ് ആണ്. ചിലപ്പോൾ ഒരു പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ സംവിധായകനായി അപ്ഡേറ്റഡ് ആവാം. നമ്മുടെ ഐഫോൺ പ്രോ പോലെ അല്ലെങ്കിൽ അല്ലെ, അതുപോലെ ഡയാന അപ്ഡേറ്റഡ് ആണ്. ഞാൻ വന്നോടനെ ശ്രദ്ധിച്ചത് അബൂക്ക അപ്ഡേറ്റഡ് ആണ്. അബൂക്ക പ്രോ ആയിരിക്കുന്നത്, മുടിയൊക്കെ നമ്മുടെ നാട്ടിലെ മഴ അപ്ഡേറ്റഡ് ആണ്. ഇടവപ്പാതി മഴ പോലെ ഇടവപ്പാതി പ്രോ ആയി. അതും മാറി നമ്മുടെ തുലാവർഷമൊക്കെ പ്രോ ആയി, അപ്ഡേറ്റഡ് ആയി. പിഷാരടി ആണെങ്കിൽ പണ്ട് എല്ലാ ചാനലുകളിലും പോയി എന്റർടൈൻമെന്റ് അവതരിപ്പിക്കുന്നതാണ്. പിഷാരടി അപ്ഡേറ്റഡ് ആയിട്ട് പിഷാരടി സ്വന്തമായിട്ട് എന്റർടൈൻമെന്റ് ചാനൽ തുടങ്ങി. അപ്പൊ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ഈ അപ്ഡേഷൻസ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ എങ്ങനെയൊക്കെ അപ്ഡേഷൻസ് വന്നാലും നമ്മൾ മലയാളികൾ ഒരു പക്ഷേ ഈ കോവിഡ് കാലത്ത്, ഒരു മുമ്പ് നടന്നൊരു കോവിഡ് കാലത്താണ് സ്വയം പര്യാപ്തത നേടിയത്. അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അപ്ഡേഷനോട് ചേർത്താ പറയുന്നത്, മലയാളികൾ സ്വയം പര്യാപ്തത നേടിയത് യൂട്യൂബ് ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമാണ്. അതിൽ ഒരു വീട്ടിൽ 6 യൂട്യൂബ് ചാനലും ഒരു 100 വാട്സപ്പ് ഗ്രൂപ്പും കാണും. അപ്പൊ അതിൽ ശരിക്കും നമ്മൾ നമ്പർ 1 ആയി, നമ്മൾ അപ്ഡേറ്റഡ് ആയി. ഒരു 5 വർഷം കഴിയുമ്പോൾ, അത് ഈ അപ്ഡേഷൻ പിന്നീട് ഇപ്പൊ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പരസ്യം നമ്മൾ സിനിമാ തിയേറ്ററുകൾ കാണിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ ഇതിനൊരു പരസ്യം വരാൻ സാധ്യതയുണ്ട്. ആ പരസ്യത്തിന്റെ ശബ്ദം ഇങ്ങനെയായിരിക്കും: ഇത് മുകേഷ്, ഇയാൾ കോവിഡ് കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. വ്യൂവേഴ്സിനെ കിട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും ഇയാൾ പെടുന്ന പാട് കണ്ടാൽ യൂട്യൂബ് ഉണ്ടാക്കിയ ആൾക്ക് പോലും സങ്കടം വരും. ഇപ്പോൾ ഇയാളൊരു രോഗിയാണ്. ഇതേപോലെ നാളെ നിങ്ങളും ഒരു രോഗിയായേക്കാം, മഹാരോഗി എന്നൊരു പക്ഷേ ഈ യൂട്യൂബ് ചാനലിന്റെ അപ്ഡേഷനിൽ ഉണ്ടായേക്കാം. ഇങ്ങനെ എനിക്ക് തോന്നുന്നൊരു നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ പൊളിറ്റിക്കൽ സംഭവങ്ങളെയാണ് ഞാൻ സാധാരണ സ്റ്റേജിൽ മിമിക്രിയും കൂടെ ചേർത്തിട്ടാണ് അവതരിപ്പിക്കുക. അത് അഴീക്കോട് മാഷിന്റെയോ അച്യുതാനന്ദൻ സഖാവിന്റെയോ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ ശബ്ദത്തിൽ അപ്പൊ നടക്കുന്ന പൊളിറ്റിക്കൽ സിനാറിയോസ് അവതരിപ്പിക്കാറുണ്ട്. ഈ ഇടയ്ക്ക് വാക്സിനുകളെ കുറിച്ചോ അതോ വൈറസിനെ കുറിച്ചോ? വാക്സിനുകളെ കുറിച്ച് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല്, ലോകം മുഴുവൻ കോവിഡ് വാക്സിൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം മലയാളികൾ മാത്രം ചെയ്ത പരിപാടി, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് വെള്ളം അടിക്കാന്നാണ്. നമ്മള് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ 2 ദിവസം കഴിഞ്ഞ് അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. മാത്രമേ കഥകളായിരുന്നു. ഞാൻ എടുത്തന്ന് അടിച്ചു, എന്നിട്ട് എനിക്ക് കുഴപ്പമില്ല. 10 ദിവസം അടിക്കാത്തവരുണ്ട്. 10 ദിവസം അടിക്കാത്തവർ മാത്രമല്ല, നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവം, നമുക്ക് നെഗറ്റീവുകളോട് കൂടുതൽ ഇഷ്ടമാണ്. നമുക്ക് ഡയാന ഇവിടെ നിന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഡയാന പറഞ്ഞ എങ്കിലും ഒരു തെറ്റു വാക്കിൽ നിന്നായിരിക്കും താഴെ യൂട്യൂബിൽ കമന്റുകൾ മുഴുവൻ വരും. ആ നെഗറ്റീവിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് കൂടുതലാണ്. ഇപ്പൊ എന്റെ മകൻ ഇപ്പൊ MBBS പഠിക്കുകയാണ്, മറ്റേ പറയും ഇപ്പൊ MBBS പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാരും എഞ്ചിനീയർമാർക്ക് വെറുതെ നടക്കുക എന്ന് പറയും. അബൂക്ക കുറച്ച് മുമ്പ് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആൾക്കാർ പറയും ജിമ്മിലൊക്കെ പോയി ഭയങ്കര ആഗ്രഹം, എന്ത് കാര്യം ഒരു പനി വന്നാൽ തീർന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക്
മൊത്തത്തിൽ ഒരു അതായത് പോസിറ്റീവ് എന്ന സംഭവത്തിനേക്കാൾ അപ്പുറം നമുക്കൊരു നെഗറ്റീവ് എന്നൊരു ചിന്തയാണ് കൂടുതലുള്ളത്. ഈ നെഗറ്റീവ് ചിന്തകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ന്യൂസ് ചാനലുകളിലാണ്. കാരണം അതിനകത്താണ് നമുക്ക് നമ്മൾ നെഗറ്റീവ് കാര്യം എപ്പോഴും പറയുള്ളൂ. അതിനാണ് കൂടുതൽ മാർക്കറ്റ് എന്ന്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ കാണുന്നത് അതായിരിക്കും. ഞാൻ കോവിഡ് കാലത്ത് ജേർണലിസ്റ്റുകൾ ആദ്യം നമ്മളെ പേടിപ്പിച്ച് പറഞ്ഞോണ്ടിരുന്നത്, അതായത് ഇപ്പോ ഇന്ന് കാസർഗോഡ് 3 കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, പല 3-4 സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ്, ആളുകൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞ് ഇത് കുറച്ചൊരു ആയപ്പോഴത്തേക്ക് നിന്റെ മത്സര സ്വഭാവമായി. ഇപ്പോൾ കണ്ണൂരിൽ 436 രോഗികളുണ്ട്, തൃശ്ശൂരിൽ 4536 രോഗികൾ. തൃശ്ശൂർ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, കണ്ണൂരാണ് ഇപ്പോൾ 2ാം സ്ഥാനത്ത്. പക്ഷേ തിരുവനന്തപുരം നാളെ 8000 രോഗികളിലേക്ക് കടക്കുമെന്ന് ഇപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു ഫുട്ബോൾ മത്സരം പോലെ ഇതിന് റിപ്പോർട്ടിങ് മാറി. ഇങ്ങനെ ഈ നെഗറ്റീവ് പറഞ്ഞു പോകുമ്പോൾ ഞാനിപ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ചത്, ഗാന്ധിജിയുടെ ദണ്ഡി യാത്രാ കാലത്ത് റിപ്പോർട്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ റിപ്പോർട്ടർ പറയുക എങ്ങനെയാവും? ഇപ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിനായി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ 69 ആളുകളാണ് ഇപ്പോൾ കൂടെയുള്ളത്. അദ്ദേഹം നടന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് എത്താൻ കഴിയുന്നില്ല. വളരെ വേഗത്തിലാണ് അദ്ദേഹം നടന്നു പോകുന്നത്. ഞാനിപ്പോൾ കുറെ സമയമായി ശ്രമിക്കുന്നു കൂടെ എത്താൻ, പക്ഷെ വളരെ വേഗമാണ്. അദ്ദേഹത്തിന്റെ വടി മുമ്പിലുണ്ട്, വളരെ നീളത്തിൽ പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗാന്ധിജി കീറ്റോ ഡയറ്റ് എടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അത്ര വേഗതയിലാണ് അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇന്നലെ കിട്ടിയത്, ഒരു സമരത്തെ കുറിച്ച് ജവഹർലാൽ നെഹ്റുവുമായും സർദാർ വല്ലഭായ് പട്ടേലുമായും സരോജിനി നായിഡുമായും അദ്ദേഹം ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ആ 3 പേരും ഈ സമരമാർഗത്തെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ആളുകളില്ല. സരോജിനി നായിഡുവും ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു രഹസ്യ ഗ്രൂപ്പ് യോഗം ചേരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്ക് ആ ഗ്രൂപ്പ് യോഗത്തിന്റെ റിപ്പോർട്ടുകൾ കേൾക്കുകയും അവർ ഒരു പുതിയ ഗ്രൂപ്പ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തുടങ്ങുകയും ചെയ്യുമോ എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയുണ്ട്. ഗാന്ധിജിയുടെ കൂടി ഇപ്പോൾ ഓടി എത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു ½ an hour ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞ് തീരുമ്പോൾ നമുക്ക് കേൾക്കാം. ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് സോൾട്ട്, ബ്രിട്ടീഷ് സർക്കാർ ഉൽപ്പന്നം. ഇത്തരത്തിലെ ഒരുപാട് പ്രകടനങ്ങൾ സുനിഷേട്ടൻ ഒരുപാട് നാളുകളായിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നു. നമ്മളുടെയൊക്കെ അപ്ഡേഷനെ കുറിച്ച് അദ്ദേഹം പറയും, നമ്മളെക്കാൾ ഒരുപാട് മുന്നിൽ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതാത് കാലഘട്ടങ്ങളിലെ വിഷയങ്ങൾ കൃത്യവും വ്യക്തവുമായ വേദികളിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് ശ്രീ സുനീഷ് വാർനാട്. ഭാഷയുടെ കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മൾ ഭാഷ, ഓരോ നാട്ടിലെ ഭാഷയെ കുറിച്ച് പറയാറുണ്ട്. സാധാരണ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പലപ്പോഴായി നാട്ടിലെ തമാശകൾ, ഇങ്ങനെ നാട്ടിലെ ഭാഷാടിസ്ഥാനമുള്ള ഓരോ നാട്ടുകാർ, ഇപ്പം എറണാകുളംകാര് ഞങ്ങൾ നിങ്ങൾ നമ്മളെന്ന് പറയില്ല, ഞങ്ങൾ നമ്മ എന്നാണ്, ഞങ്ങാടാണ്, നിങ്ങാട് പോണ്, നമ്മ എന്തിനാണ് എന്ന അക്ഷരം എറണാകുളംകാർ ഉപയോഗിക്കാറില്ല. തൃശ്ശൂരുകാര് ടാ കൂടുതൽ ഉപയോഗിക്കും. അമിട്ടാ പൊട്ടി, മേലുട്ടാ പോയി, എന്തുട്ടാ രസം, ഇങ്ങനെ. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറെ കാലമായിട്ട് ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഈ ഹിന്ദിയും ബംഗാളിയൊക്കെ സംസാരിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവർക്കും ഈ ഒരു ഭാഷയുടെ ശൈലി കിട്ടി. അപ്പൊ ഇവ തൃശ്ശൂരുകാരൻ ചിലപ്പോ ഒരു വേറൊരു അന്യ സംസ്ഥാനക്കാരനോടോ അല്ലെങ്കിൽ കൂടെയുള്ള ഒരു മലയാളിയോട് ചോദിക്കുന്നത് അയാളുടെ ഹിന്ദി നമ്മുടെ തൃശ്ശൂർ സ്ലാങ്ങിലേക്ക് മാറി. ഇയാൾ ഒരിക്കലും ഗഡി എന്ന് വിളിക്കുന്നത് ശ്രദ്ധിക്കില്ലോ. മധ്യ തിരുവിതാംകൂറിന്റെ നമ്മൾ പറയാറുണ്ട്, മധ്യ തിരുവിതാംകൂറിലെ പല ആളുകളും ഭ എന്ന അക്ഷരം പറയാറില്ല എന്ന് പറയും. അതായത് ഭാരതം, ഭർത്താവ്, ഭാര്യ, ഭൂമി എന്ന് പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആളുകൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് മധ്യ തിരുവിതാംകൂറിൽ ഇനിയിപ്പോ ഉള്ള ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരിക്കലും ഭായ് എന്ന് വിളിക്കില്ല, എന്ന് ആവാനുള്ള സാധ്യത ഞാൻ ഈ അപ്ഡേഷന്റെ കൂടെ പറഞ്ഞതാണ്. സുനീഷ് വാർനാട് വളരെയധികം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാം അപ്ഡേഷൻ കണ്ടുപിടിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കലാ അനുവൃത്തിയായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. കലാജീവിതം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാനും ഷോസ് എഴുതാനും ഒക്കെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരു 3-4-5-6 വർഷങ്ങൾ ഇപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കണ്ണിനകത്ത് ഞരമ്പ് പൊട്ടിയ ഒരു അസുഖം വന്നു. കണ്ണിനകത്ത് ഞരമ്പ് പൊട്ടുന്ന ഒരു അസുഖം വരികയും അതിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ വന്നു. ആ സമയത്ത് സുനീഷ് ചേട്ടന്റെ കാഴ്ച ഒരു കണ്ണിന് മാത്രമായി കാഴ്ച കുറയുന്നു. എഴുത്ത് പണിയാണ്, വിഷ്വലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ അവസരങ്ങളൊക്കെ വന്നു. ആ സമയത്തും ഞങ്ങൾ ഒന്നിച്ച് ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന സമയത്ത് വേണമെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ തളർന്നു പോകാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി നിന്നുകൊണ്ട് കല ചെയ്തുകൊണ്ട്, ഒപ്പം ചികിത്സിച്ചുകൊണ്ട്, രാവിലെ എണീറ്റ് മരുന്നൊഴിച്ചുകൊണ്ട്, കണ്ണിന് പരിപാടികൾ ചെയ്തുകൊണ്ട്, പലതരം മരുന്നുകൾ ചെയ്തുകൊണ്ട്, അപ്പോഴും ഇടസമയത്ത് പറയുമായിരുന്നു എന്നാണ് കണ്ണിനൊരു ചെറിയ ഇതും കൂടെ ചെയ്യാനുണ്ട്, അത് ഈ മാസം ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഒരു 20-ാം തീയതി കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ. അതെന്താ 15, 16, 17 ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന്റെ പൈസയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമായിട്ട് മറ്റേ ചെയ്യാലോ, അല്ലെങ്കിൽ ആ പരിപാടിയും കൂടെ എനിക്ക് ചെയ്യാലോ എന്ന് പറയുന്ന രീതിയിൽ അതിനെ പോലും വളരെ
പോസിറ്റീവായി കണ്ട് അതിനെ ഇപ്പൊ അത് ഏകദേശം ഓക്കെ അല്ലേ സുനീഷ് ചേട്ടാ? ഇപ്പോഴും ചെറിയ പ്രശ്നം. ഇപ്പൊ നമ്മൾ ഞാനിങ്ങനെ ഒരു സൈഡിൽ സംസാരിക്കുന്നത് എൻ്റെ ഒരു വിഷൻ കറക്റ്റ് അല്ല. ഇപ്പൊ നമ്മൾ പൂർണ്ണമായും നല്ല കാഴ്ചയുണ്ടായി അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ വിഷൻ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ അമേരിക്കയിൽ സുരാജിന്റെ കൂടെ പോയ ഷോയില് നമ്മൾ സ്റ്റേജിലേക്ക് അടുത്ത് വരുമ്പോൾ ലൈറ്റ് ഓഫ് ആവുമല്ലോ. ലൈറ്റ് ഓഫ് ആയി കഴിയുമ്പോൾ ഈ മൈക്ക് സ്റ്റാൻഡ് എടുത്തോണ്ട് വരണം. നമുക്ക് അമേരിക്കൻ പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെയല്ല എടുത്തോണ്ട് വരുന്നത്. നമ്മളിത് എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ശരിക്കും നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷേ ഞാൻ സെന്റർ കണ്ടുപിടിച്ച് സെന്ററിൽ ആ സ്പോട്ടിൽ വെച്ചതിന് ശേഷം കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് പവറാണ്. അപ്പൊ സാധാരണ കാഴ്ചയുള്ള ഉള്ളപ്പോൾ നമുക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും കാഴ്ച ഇല്ലാതാകുമ്പോൾ ചെയ്യാൻ പറ്റി തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കുന്ന ആ കോൺഫിഡൻസ് ലെവൽ മാത്രം ചിന്തിച്ചാൽ നമുക്ക് ലോകത്തെ എല്ലാ അസുഖങ്ങളും മാറ്റാൻ പറ്റും. ക്യാൻസർ അല്ല, കാഴ്ചയില്ലായ്മയല്ല, ചെവി കേൾക്കാത്തതല്ല. കാരണം എനിക്ക് ചെവി കേൾക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കണ്ണ് കാണുന്ന കാലത്ത് എനിക്ക് ഇന്നത് കാണാൻ പറ്റും, ഇത്രയും ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ കാഴ്ചയില്ല, പക്ഷെ എന്റെ കാഴ്ച കൂടി വരികയാണ്, ഞാൻ ഓക്കെയാണ് എന്ന് നമ്മുടെ മനസ്സിൽ സ്വയം പറയാൻ. എനിക്കൊന്ന് എല്ലാ അസുഖങ്ങളും അങ്ങനെയാണ്. നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക. നമുക്കൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് ശരിയാക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. രണ്ട് തമാശ പറയുന്ന ആളുകൾ വെറുതെ വിളിക്കുക, ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അതിനെക്കുറിച്ച് എഴുതുക. കോവിഡ് വന്നപ്പം സ്റ്റേജ് ഷോ ഇല്ല, എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പോഴാണ് ഞാൻ ഒരു പുസ്തകം എഴുതാന്ന് വിചാരിക്കുന്നത്. പുസ്തകം എഴുതുക, അപ്പോഴേ ഇരുന്ന് എഴുതിയ സിനിമയാണ് ഈ ഷോ. അതെ, അടുത്ത കോവിഡ് കാലത്ത് നമ്മളൊരു സിനിമയെ കുറിച്ച് ചർച്ചയുണ്ടായി, അതിനെക്കുറിച്ച് എഴുത്ത് വഴികൾ രമേഷുമായി സംസാരിക്കുകയും അപ്പം പിഷാരി പറഞ്ഞു അപ്പം ചേട്ടാ നമുക്ക് ഒരെണ്ണം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സിനിമയാവുന്നു. അപ്പൊ നമ്മളൊരിക്കലും വെറുതെ ഇരിക്കുക, നമുക്ക് അയ്യോ ഇങ്ങനെ അസുഖമാണ്, എനിക്ക് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചാൽ നമ്മൾ ജീവിതത്തിൽ എല്ലാ കാലത്തും അങ്ങനെ ഇരിക്കേ ഉള്ളൂ. ഇതിനൊരു സർജറി ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ശബ്ദത്തിന് ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ശബ്ദത്തിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കിനി സ്റ്റേജിൽ മിമിക്രി കാണിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും? പിന്നെ ശബ്ദം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി എഴുത്താണ്. അപ്പൊ മാക്സിമം എഴുത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മളുടെ ഒരു കഴിവില്ലായ്മ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ അവയവത്തിന് എന്തെങ്കിലും ഒരു കഴിവില്ലായ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള അവയവങ്ങൾക്ക് അതിന്റെ ഇരട്ടി കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും. സുനിഷേട്ടന് ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഒരു സ്നേഹാദരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് രമേശ് ചേട്ടനെ അമ്പൂക്കാനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. ശ്രീ സുനീഷ് വാരനാട് പലതവണ നമ്മൾ പറഞ്ഞതുപോലെ കലയുടെ, എഴുത്തിന്റെ, അവതരണത്തിന്റെ, അഭിനയത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പഞ്ചവർണ്ണ തത്തയിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് സിനിമകൾ, അമരക് ബ്രാൻഡണിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം, എഴുത്ത്, സംവിധാനത്തിൽ അദ്ദേഹത്തിന് ഉടനെ തന്നെ അദ്ദേഹം എത്തിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ കലയുടെ വിവിധ മേഖലകളിൽ, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ മേഖലയിൽ, സർവോപരി ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിലെല്ലാം നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭയാണ് ശ്രീ സുനീഷ് വാരനാട്. അദ്ദേഹം നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ഒരു സാന്നിധ്യമായി എത്തിയതിന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ വക ഒരു എളിയ ഉപഹാരം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറെ ഡിസൈഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അതിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ബിജു പാല ആൻഡ് നെൽസൺ തോമസ്. രണ്ട് മികച്ച പ്രതിഭകൾ നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലെത്തി. രണ്ടുപേരുടെയും അവതരണ ശൈലി നല്ല രസമാണ്. ഏതാണ്ട് രസമുള്ള, കണ്ടിരിക്കാൻ തോന്നുന്ന അവതരണ ശൈലിയാണ് രണ്ടുപേർക്കും. കൂടുതൽ വിഷയങ്ങൾ എടുത്തുകൊണ്ടുവന്നതും ആ വിഷയങ്ങളെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി ചിരിവരുന്ന രീതിയിൽ ഇന്നത്തെ എപ്പിസോഡിലും അവതരിപ്പിച്ചത് നെൽസൺ ആണ്. ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ നെൽസൺ.